ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നഴ്സറിയിൽ വിത്ത് പാകുന്ന രീതിയിൽ നമുക്ക് വിത്ത് പാകി മുളപ്പിക്കാം. അതിനാദ്യമായിട്ട് വേണ്ടത് ചകിരിച്ചോറ് കമ്പോസ്റ്റാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഡോളോമെറ്റ് മിക്സ് ചെയ്യണം. കുറച്ച് ഡോളോമെറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ബെർമിക്കുലേറ്റാണ് വേണ്ടത്. ബെർമിക്കുലേറ്റും വേണം, പെല്ലറ്റും വേണം. ഞാനിവിടെ ബെർമിക്കുലേറ്റ് ഉപയോഗിക്കുന്നില്ല, പെല്ലറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പെല്ലറ്റ് ഉപയോഗിക്കുന്നത് നല്ല വായു സഞ്ചാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ മുള വരികയും നല്ല രീതിയിൽ തൈ ഉണ്ടാവുകയും ചെയ്യും. തൈക്കൊരു ഗ്രോത്തും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ട്രേക്കകത്തായിട്ട് നിറയ്ക്കാം. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൈ നടാനായിട്ട് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഹൈബ്രിഡ് ക്വാളിറ്റി വിത്തുകൾ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ ഹൈബ്രിഡ് പടവലത്തിൻ്റെ വിത്തും പിന്നെ ഒരു വെറൈറ്റി ഇനം ആനക്കൊമ്പൻ വെണ്ടയെന്ന് പറയുന്നത് വെണ്ടയും ഒരു നീളൻ വഴുതനയുടെ വിത്തുമാണ് എടുത്തിരിക്കുന്നത്. ഈ 3 ഐറ്റമാണ് ഞാൻ ഇതിൽ പാകാൻ പോണത്. ആദ്യം തന്നെ ട്രേ നിറയുന്ന രീതിയിൽ ഫില്ല് ചെയ്യുക. അതിനുശേഷം പതുക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരുപാട് കുത്തി നിറയ്ക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഇതേ സെയിം ഒരു ട്രേയോ എന്തെങ്കിലും വെച്ച് അതിൻ്റെ മുകളിൽ പതുക്കെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു കുഴി കിട്ടും. അത് മതിയാവും നമുക്ക് വിത്ത് പാകാൻ വേണ്ടി. വിത്ത് പാകുമ്പോഴത്തേക്ക് വിത്തിനോളമേ താഴാമുള്ളൂ. അതിൽ കൂടുതൽ താഴ്ന്നു കഴിഞ്ഞാൽ മുള വരാൻ താമസിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിത്ത് മുകളിൽ തന്നെ ആയിരിക്കണം. ചെറിയ രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി, അത്രയും മതിയാകും. ഞാനപ്പോൾ അതേ വേറൊരു ട്രേ വെച്ചിട്ട് ചെറിയ കുഴി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിലേക്ക് ഇതേ ഓരോ വിത്തുകളായിട്ട് പതുക്കെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാ വിത്തുകളും ഇതുപോലെ ഒന്ന് വയ്ക്കാം. പിന്നീട് ഞാൻ വിത്ത് പാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ 4 മണിക്കൂർ ഞാൻ കഞ്ഞി വെള്ളത്തിൽ ഇട്ടാണ് വിത്ത് പാകുന്നത്. അത് പച്ചവെള്ളമായാലും മതി, പച്ചവെള്ളത്തിലിട്ടായാലും ചെറുതായിട്ടൊന്ന് കുതിർത്ത് നടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഇതിൽ ചെറിയ ചെറിയ മുളകിൻ്റെ വിത്ത്, വഴുതനയുടെ വിത്ത്, അങ്ങനെയുള്ള വിത്തുകൾ പെട്ടെന്ന് നമുക്ക് ഇതിനൊക്കെ പാകാൻ വേണ്ടിയിട്ട് നമുക്ക് ബഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. ബഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പാകാൻ പറ്റും ഓരോന്നോരോന്നായിട്ട്. പുറംതോട് കട്ടിയുള്ള വിത്തുകൾ മാത്രം നമ്മൾ 4 മണിക്കൂർ വെള്ളത്തിൽ ഇട്ടാൽ മതി. ഇത് കണക്ക് നൈസായിട്ടുള്ള വിത്തുകൾ 1 മണിക്കൂർ മാത്രം വെള്ളത്തിൽ ഇട്ടാൽ മതി. ഇത് കണക്ക് ബഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓരോ വിത്തുകൾ നടാൻ പറ്റും. അതിന് ശേഷം എല്ലാം നട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിതറി കൊടുത്താൽ മതി. കുറച്ച് പൊടി വിതറി നമ്മളൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ 3 ദിവസം കൊണ്ട് തന്നെ മുള വരും. അപ്പോൾ നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ചകിരി സ്റ്റോർ കമ്പോസ്റ്റ്, അത് കണക്ക് തന്നെ ബെർമിക്കുലേറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ പെർലറ്റാണ്. ഇതെല്ലാം ചേർത്ത് നമുക്ക് ഇത് കണക്കൊന്ന് നിരത്തിയെടുക്കാം. സൈഡിലൊന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഒരു കവറിട്ട് മൂടി വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു 2 ദിവസത്തേക്ക് കവർ മൂടി വെച്ചാൽ മതി. 3-ാമത്തെ ദിവസം മുള വരും. അപ്പോഴത്തേക്ക് ആ കവർ എടുത്ത് മാറ്റണം. കവർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമിഡിറ്റി അതിൻ്റെ അകത്ത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് മുള വരാം. അപ്പോൾ ഇത് കണക്കൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് നമുക്കൊരു കവറിട്ട് മൂടി വയ്ക്കാം. ഫ്രണ്ട്സ്, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വെള്ളമെല്ലാം ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് കണക്കൊരു പ്ലാസ്റ്റിക് കവർ വെച്ച് മൂടി വയ്ക്കാം. 2 ദിവസം ഇത് കണക്ക് അടച്ച് വയ്ക്കാം. മുള വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എടുത്ത് മാറ്റണം. 2-ാം ദിവസം നമുക്ക് എടുത്ത് മാറ്റാം. 3-ാം ദിവസം മുളയ്ക്കാം.